എന്റെ പൊന്നു എന്തൊരു ഫ്ലിപ്പായിരുന്നത്. 1 ആതിര, 2 പാലസ്. അങ്ങനെ 2 ട്രോളിൽ നമ്മളുടെ ട്രോളുകളിൽ നിന്നിട്ടില്ല. വൈഷ്ണവേട്ടൻ അത് മുടങ്ങാതെ കാറെത്തി അവിടെ എത്തുന്നത് വരെ അത് കണ്ടിന്യൂ ചെയ്തിരുന്നു. കൂടുതലും ഇരയായിക്കൊണ്ടിരുന്നത് എഡ്വിനെയായിരുന്നു. സോ ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയൊരു ട്രിപ്പാണ്. അതായത് നമ്മൾ ട്രെയിനേഴ്സായിട്ടോ അസിസ്റ്റൻസായിട്ടോ അങ്ങനെ പോയതല്ല. 2 പിള്ളേർക്ക് ഒരു കൂപ്പൺ കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മളെ വിളിച്ചു, നമ്മളും പോയി. ഞങ്ങൾ എത്തിയത് നേരെ സ്നോ സ്റ്റോമിലേക്കായിരുന്നു കേട്ടോ. അതായത് സിൽവർ സ്റ്റോമിലേക്കാണ് പോയത്. ഫസ്റ്റ് ഞങ്ങൾ സ്നോയിലേക്കായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന് മുമ്പ് ഒരു ചെറിയൊരു ഗ്യാപ്പിൽ ഞങ്ങളൊരു ചെറിയ സിമ്പിൾ റൈഡ് ഒന്ന് പോയി. അതിനുശേഷം എനിക്ക് ഈ റൈഡുകൾ ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കര പേടിയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ബാക്ക് അടിച്ച് നിൽക്കായിരുന്നു. പക്ഷെ ഞാൻ എന്നിട്ട് ഫൈനലി കയറിയിട്ടോ റൈഡിലൊക്കെ. ആദ്യം സ്നോ സ്റ്റോമിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ ഡസ്റ്റിൻ്റെ ഒരു സീനുള്ളതുകൊണ്ടൊക്കെ കൂടുതലും എ സിയുടെ ഒക്കെ സീനുള്ളതുകൊണ്ട് AC മാക്സിമം ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ വന്നത്. സോ അങ്ങനെ ഡാൻസേഴ്സ് പിന്നെ എവിടെ പോയാലും എന്തായിരിക്കും അവസ്ഥ എന്നറിയാലോ. അവിടെ ഉണ്ടായിരുന്ന എല്ലാ സോങ്ങിനും എല്ലാവരും, ഞാനും വൈഷ്ണവയുടെ സാറുമാർ എല്ലാവരും, പാലസ്, ബാദു എല്ലാവരും, അവസാനം എഡ്വിനയ്ക്കും എന്താ പറയുക, അതുപോലെ തന്നെ പലസിനും കൂടിയിട്ട് ഒരു സ്പെഷ്യൽ സെക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അവസ്ഥ ഇതായിരുന്നു. എനിക്കില്ലേ വിറച്ച് മരവിച്ചിട്ടായിരുന്നു. കൺപീലിൽ നിന്നൊക്കെ ഇങ്ങനെ ഐസായിരുന്നു ഉണ്ടായിരുന്നേ. പിന്നെ അങ്ങനെ അവിടെ നിന്ന് അധികം ഇനി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അവസ്ഥ വളരെ ബാഡാവുന്നതുകൊണ്ട് പിന്നെ സമയം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വന്നൊരു ചെറിയൊരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ റൈഡിലേക്കൊക്കെ പോയിട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, തരാ.